ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്ട്രോബെറി എന്ന യൂട്യൂബ് ചാനലിലെ കേറിവാട മക്കളെ കേറിവാ എന്ന കുക്കറി ഷോയിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൈപ്പൂരിക്കരയിലെ നാസിറിക്കയുടെ വീട്ടിലാണ്. അവിടെ ചെന്നിടെ എന്താണ് ഇന്ന് വിഭവം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ. അസ്സലാമു അലൈക്കും നാസിറിക്ക. സുഖാണോ? നന്നായിരിക്കണം. അപ്പൊ ഇന്ന് നമ്മള് എന്താണ് ഇന്നത്തെ വിഭവങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കബ്സ ഉണ്ടാക്കാം. ഓക്കെ, ഷുവർ, അടിപൊളി. അപ്പൊ നമുക്ക് കബ്സയാണ് ഇന്നത്തെ സ്പെഷ്യൽ. എന്തായാലും നമുക്ക് അകത്ത് ചെന്ന് അല്ലേ, അടുക്കളയിൽ ഇത്ത ഉണ്ടോ അതോ? ഇത്തയില്ല. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ മുഴുവനും ഇക്ക തന്നെയാണ്. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം അല്ലേ. ആദ്യം തന്നെ ചിക്കൻ, ഉപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, പച്ചമുളക്, മല്ലിയില, പുതിന, ഉണക്കമുന്തിരി, സൺഫ്ലവർ ഓയിൽ, ഒനിയൻ, കശുവണ്ടി, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഉണക്കനാരങ്ങ, പിന്നെ പാകത്തിന് വെള്ളവും അരി, ബസ്മതി റൈസ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഇനി തുടങ്ങാം അല്ലേ. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പൊ 6 ഗ്ലാസ് അരിയാണ്. ഈ അരി എന്ന് പറയുന്നത് ലോങ് ഗ്രെയിൻ തന്നെ ആയിരിക്കണം, ചെറുതായിരിക്കരുത്, എന്നാലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഇതിപ്പോൾ 12 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ നമ്മൾ ചേർക്കണം. ഒരു 12 ഗ്ലാസ്സിന് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. സവാള ഇങ്ങനെ അരിയാൻ പാടുള്ളൂ, സ്ലൈസ് ആക്കരുത്. ഇതിപ്പോൾ നമ്മൾ 4 സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളക്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ടാൽ മതി. കുരുമുളക് അങ്ങനെ തന്നെ അല്ലേ, ചതക്കൊന്നും വേണ്ട, അതുപോലെ തന്നെ. പിന്നെ ഗ്രാമ്പൂ അതുപോലെ ഒരു 5-6 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. കറുകപ്പട്ട 1-2 പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഉണങ്ങിയ ചെറുനാരങ്ങ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പൊട്ടിയിട്ടുണ്ടാകരുത്. പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് എടുത്തു കഴിയുമ്പോഴും ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാതെ തന്നെ എടുത്ത് മാറ്റണം. അതിനകത്ത് കിടന്ന് അവരെണ്ണം ഇട്ടാൽ മതി. ഇനി പച്ചമുളക്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ട്രൈ ചെയ്യാം. ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ. ഉപ്പാണോ അതോ മുന്തിരി അതുപോലെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇത്രയും മതിയാവും, 3 സ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് കോഴി, 2 കോഴിയുണ്ട്. കോഴി നമ്മൾ ഫ്രഷ് ആക്കി വാഷ് ചെയ്ത് വെച്ച കോഴി അങ്ങനെ ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് നെയ്യ് കൂടിയിട്ടുള്ള അല്ലേ? നെയ്യെല്ലാം ഉണ്ട് അതിനകത്ത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നോട് കൂടിയാണ് എപ്പോഴും നല്ലത്. പക്ഷെ നമുക്ക് സ്കിന്നോട് കൂടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സ്കിന്നോട് കൂടി ആവുമ്പോൾ ആ നെയ്യ് തീരെ പോവില്ല.
ഇനി ഇതിലേക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ചധികം അല്ലേ? ഒരു ഹാഫ് ബോട്ടിൽ കെച്ചപ്പ് വേണ്ടി വരും. 2 കോഴി ഉണ്ടല്ലോ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഇനി അത് ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനിയാണ് കത്തിക്കുന്നത് അല്ലേ? ഞാനത് ഇങ്ങനെ ആലോചിച്ചിരുന്നത്. കാരണം ഇതുവരെ നമ്മൾ ഇത് ഓൺ ചെയ്യാണ്ട് തന്നെ ഇത് ഫുള്ളും മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇനി ഇത് കോഴി അതിനകത്തിരുന്ന് വേവട്ടെ. ഓക്കെ. ഇപ്പൊ കോഴി ഏതാണ്ട് വെന്ത് കാണും. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഈ കോഴീനെ നമ്മള് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. ഇനി ഈ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ അരി അടച്ചു വെച്ച് വേവിക്കാം. അത് ശരിക്കും ഒന്ന് തിളച്ചു വരുമ്പോ ഇനി ഒന്നും ചേർക്കണ്ട. ചെറുതായിട്ട് ഫ്ലെയിം നമ്മളൊന്ന് കൂട്ടി കൊടുത്തിട്ട് ഒന്ന് തിളച്ചു കഴിയുമ്പോൾ ഫ്ലെയിം വീണ്ടും സിമ്മിലേക്ക് കൊണ്ടുവരാം. ഏകദേശം നമ്മളൊരു അരമണിക്കൂറായി കാണും അല്ലേ? ഇപ്പൊ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, നന്നായിട്ട് വന്നിട്ട്. കൈ പൊള്ളിക്കണ്ട. അടിപൊളി. റൈസ് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കോഴി മിക്സ് ചെയ്യും അല്ലേ? കോഴി അതുകൂടി കോഴിയുടെ മുകളിലേക്ക് ചോറെടുത്ത് വെക്കണം. ക്ലിയർ ആയിട്ട് വെക്കുമ്പോഴാണ് അതിന്റെ പൂർത്തീകരണം ആവുക. നമ്മുടെ സുന്ദരകുട്ടപ്പനായ നമ്മുടെ ചിക്കൻ അതിലിരുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് നീ തിളങ്ങി നിൽക്കണമെങ്കിൽ അല്ലേ ഉള്ളൂ. നമ്മൾ റൈസ് അതിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പൊ തന്നെ പതുക്കെ ഇങ്ങനെ കൊതി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കബ്സ അങ്ങനെ നമ്മുടെ നാസറിക്കയുടെ സ്പെഷ്യൽ കബ്സ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം. ഇനിയിപ്പോ ഇത് ഞങ്ങളും കൂടി ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കുറച്ച് വിസ്തരിച്ച രീതിയിൽ തന്നെ. അപ്പൊ പുതിയ വിഭവങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രോബെറി യൂട്യൂബ് ചാനലിലെ കേറിവാടാ മക്കളെ എന്ന ഈ കുക്കറി ഷോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പൊ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ബൈ.